പിങ്ക് പച്ചടി, അതായത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. ഞാനൊരു അത്യാവശ്യ വലുപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്കൊന്നുകിൽ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കുത്തിപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ബീട്രൂട്ടും കുത്തിപ്പിടിച്ച ഇഞ്ചി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് 2 കൈപ്പിടി തേങ്ങയും ഒരൽപ്പം ജീരകവും കറിവേപ്പിലയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്കൊരൽപ്പം കടുകും കൂടെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടാനായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. ആദ്യമേ നമ്മൾ ചേർക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായിട്ടങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം മാത്രം തേങ്ങയ്ക്കൊപ്പം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കാതെ വേണം നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ വെന്ത് വന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്ന ബീട്രൂട്ടിനകത്തിലേക്ക് ഈ തേങ്ങയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിനുള്ളിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. പച്ചടി നമ്മൾ സദ്യയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാതൊക്കെ ഇരിക്കണം, അതായത് ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. തേങ്ങയാണെങ്കിലും അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് ലൂസായി പോകാതിരിക്കണം. കാരണം തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടെ വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഇലയിൽ നിൽക്കണം എന്നില്ല. അതുകൊണ്ടാണ് വെള്ളമെല്ലാം കുറേശ്ശെ എടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരല്പം എണ്ണയിലേക്ക് കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് തൈര് ആഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് കിച്ചടിയായിട്ടും നമുക്കിതിനെ ഉപയോഗിക്കാം. നമുക്കറിയാമല്ലോ, പച്ചടിയിൽ നമ്മൾ തൈര് ആഡ് ചെയ്യും, കിച്ചടിയിൽ നമ്മൾ തൈര് ആഡ് ചെയ്യാറില്ല. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആവണമെന്നില്ല. കറികളുടെ പേരിൽ വ്യത്യാസം വരാം, കറികളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന റെസിപ്പിയിൽ വ്യത്യാസം വരാം. ചില സ്ഥലങ്ങളിൽ തൈര് ആഡ് ചെയ്യുന്നതിനെയാണ് കിച്ചടി എന്നും തൈര് ആഡ് ചെയ്യാത്തതിന് പച്ചടി എന്നും പറയാറുണ്ട്. ബീട്രൂട്ട് പച്ചടി ആയാലും ബീട്രൂട്ട് കിച്ചടി ആയാലും എന്തായാലും നമുക്ക് ഓണസദ്യയിൽ അല്ലെങ്കിൽ അല്ലാതുള്ള സദ്യകളിലൊക്കെ കറി വിളമ്പുമ്പോൾ ഈ ഒരു പിങ്ക് കറി മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.